അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലുള്ള ബഹുമാന്യരെ, ഈ സദസ്സിൽ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രസംഗത്തിലേറെ ചില നിമിഷങ്ങളിലെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു മഹാസംഗമത്തെ നെഞ്ചേറ്റുകയും ഞാനും എൻ്റെ കൂട്ടായ്മയും ഈ ഒരു മഹാദൗത്യത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ ദി ഹിന്ദുവിൻ്റെ വരികൾക്കിടയിലോ ഒരു മലപ്പുറം പ്രയോഗിക്കുമ്പോഴേക്ക് എന്താണ് ഇത്ര ആളെ കൂട്ടാൻ എന്നൊരു പക്ഷേ, അല്ലെങ്കിൽ അതിൻ്റെ കുതൂഹലങ്ങൾ എന്ന ഒരു വാക്കിലൂടെ അതിനെ ചുരുക്കി മനസ്സിലാക്കുന്നവർ ഒരുപക്ഷെ സമുദായത്തിൻ്റെ ഉള്ളിലും സമുദായത്തിൻ്റെ പുറത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു കേവലം ഒരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമായി അതിനെ കാണുകയും അത്രക്കും ഇതിൻ്റെ പിന്നിൽ സമയം കളയണോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ടാകാറുണ്ട്. ഓരോ ജെനിസൈഡിൻ്റെയും സാധ്യതകൾ തെളിയുന്നത് നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന, നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി കാണേണ്ടിയിരുന്ന കുറേ കാര്യങ്ങൾക്കിടയിൽ നിന്നാണ്. വളരെ ശരിയായി പറഞ്ഞാൽ, ഇസ്ലാമോഫോബിയ എന്ന വാചകം നിരന്തരം ഉയർന്നു കേൾക്കുമ്പോഴും നിരന്തരം അത് നമുക്കിടയിൽ സംഭവിക്കുമ്പോഴും എന്താണ് ഇസ്ലാമോഫോബിയ എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയാൻ സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും എത്രത്തോളം പറ്റുമെന്നതിൽ നമുക്കേറെ സംശയമുണ്ട്. കാരണം ചിലരെങ്കിലും ചിലത് പറയുന്നത് ഇസ്ലാമോഫോബിയ നിർമ്മിക്കുന്നവരുടെ പൊതു അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ഒരു ജനതയെ ഇല്ലാതെയാക്കാനും ഒരു സമൂഹത്തെ നിഷ്കാസനം ചെയ്യാനും അജണ്ടയൊരുക്കുന്നവർ ആദ്യം ചെയ്യുക അവർക്കുള്ള എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടുകളെയും ജനമനസ്സുകളിൽ നിന്ന് ഇല്ലാതെയാക്കുക എന്നതാണ്. സമ്പൂർണമായി ഒരു ജനതക്കുള്ള എല്ലാ സപ്പോർട്ടുകളെയും ഇല്ലാതെയാക്കുക എന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ വഴി നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ, മുസ്ലിം സമൂഹത്തെ നമ്മൾ എടുക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ വേഷത്തെ, അവരുടെ ചിഹ്നങ്ങളെ, അവർ ഒന്നിച്ചു താമസിക്കുന്ന സ്ഥലങ്ങളെ, അവരുടെ സംവിധാനങ്ങളെ മുഴുവൻ പേടിയുടെയും വെറുപ്പിന്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിലൂടെ ഈ ലക്ഷ്യം സാധൂകരിക്കപ്പെടുന്നു, ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഞാൻ വളരെ ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ മുടി കണ്ടിട്ട് ആർക്കും ഒരു പേടിയില്ല, എന്നാൽ എൻ്റെ താടി കാണുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ചില സംശയങ്ങൾ ജനിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, മലബാർ എക്സ്പ്രസിൽ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്ന, നമ്മുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ മലബാർ എക്സ്പ്രസിന്റെ അപ്പർ ബർത്തിൽ ഇരുന്ന് രാവിലെ കോട്ടയത്ത് നടക്കുന്ന കോൺഫറൻസിൽ, മാമ്മൻ മാപ്പിള ഹാളിൽ നടക്കുന്ന പ്രൊഫഷണലുകളുടെ കോൺഫറൻസിൽ അവതരിപ്പിക്കാനുള്ള അയാളുടെ PPT തയ്യാറാക്കുമ്പോൾ തൊട്ടപ്പുറത്തുറങ്ങുന്ന മനുഷ്യൻ അസ്വസ്ഥനായി എഴുന്നേറ്റിരിക്കുന്നു. അയാൾ അങ്ങോട്ട് നോക്കുന്നു, അയാൾ ഇങ്ങോട്ട് നോക്കുന്നു, അയാൾ ഇങ്ങനെ വളരെ അസ്വസ്ഥനാണ്. അപ്പോ ഈ ചെറുപ്പക്കാരന്, അദ്ദേഹം ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇയാൾക്ക് പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു, അയാളോട് സംസാരിച്ചു. അയാളൊരു ഉത്തരേന്ത്യക്കാരനാണ്, മലയാളിയല്ല. ഉടനെ ഈ മനുഷ്യൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് മാൻ, നിങ്ങൾ എന്താണ് മനുഷ്യ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അയാൾ ഈ സിസ്റ്റം കാണിച്ചു കൊടുത്തു, അതിലെ മാറ്റർ കാണിച്ചു കൊടുത്തു. ഭാഗ്യത്തിന് അയാൾ തയ്യാറാക്കിയിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യവും ജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ടൊരു മാറ്റർ ആയിരുന്നു. അതിൽ ഓരോ സ്ലൈഡും ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോ പിന്നെ അയാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയതാണ്, പിന്നെ കൂർക്കം വലിച്ചുറങ്ങിയതാണ്. ഞാൻ പറയുന്നത്, അത്യാവശ്യം തടിയുള്ള ലാപ്ടോപ്പുമായി ഇരിക്കുന്ന താടി വെച്ചൊരു ചെറുപ്പക്കാരൻ എങ്ങനെ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ മലബാർ എക്സ്പ്രസ് പൊട്ടിക്കാൻ പോകുന്ന, തകർക്കാൻ പോകുന്ന ഒരാളായി മാറുന്നു എന്നിടത്ത് നിന്ന് വേണം യഥാർത്ഥത്തിൽ മലപ്പുറം എന്ന പ്രയോഗം ദി ഹിന്ദുവിൽ വന്നതിനെ നമ്മൾ കാണാൻ. വളരെ കൃത്യമായി മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ ഇതിങ്ങനെ വളരെ ഫേക്കായ കുറെ ന്യൂസുകളും വാർത്തകളും വരുന്നതിനിടയ്ക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ അത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് കൂടുതൽ അപകടകരമായ സാഹചര്യമുണ്ടെന്നും ഒരൊറ്റ വരിയിലൂടെ ഞാൻ പറഞ്ഞതിൽ, ആ നടന്ന സംഭവത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് പൂർണ്ണമായും പരിഹരിക്കപ്പെടേണ്ടതാണ്. മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യപൂർവ്വം കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെയാണ്. അതുകൊണ്ട്
ഞാനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അത്തരമൊരു പരാമർശത്തിന്റെ സാധ്യതയെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ലെന്ന ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്നതാണ് ഇപ്പോഴും സമൂഹത്തിൽ വ്യാപകമായ ചർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ പലപ്പോഴും ഇസ്ലാമോഫോബിയ എന്ന വാക്ക്, അത് ആ വാക്കിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നിടത്താണ് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ വിയോജിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ജിഹാദ് എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ ആളുകളെ മനസ്സിൽ എന്താ വരിക? ജിഹാദ് എന്ന വേർഡ് കേൾക്കുമ്പോൾ ഐസിസും ബിൻലാദനും ഐമൻ ലവാഹിരിയും അനുബന്ധങ്ങളും ആളുകളുടെ കൺമുന്നിലൂടെ അവരറിയാതെ കടന്നു പോകുന്നുവെങ്കിൽ അത് തുടർച്ചയായ നമ്മൾ അറിയാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത വ്യത്യസ്തമായ ഇത്തരം ഉറ്റിക്കലുകളിലൂടെ, ഓരോ സെൻസേഷണലായ വാർത്തകളിലൂടെ, ബ്രേക്കിങ്ങുകളിലൂടെ ഉണ്ടായി വരുന്നതാണ്. വളരെ കൃത്യമായി മീഡിയയാണ് ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്നത്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് കളമശ്ശേരിയെ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, കളമശ്ശേരിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട യഹോവ സാക്ഷികളുടെ ആരാധന, പ്രാർത്ഥന നടക്കുന്ന ഹാളിൽ ഒരു ആക്രമണം ഉണ്ടായി. ഈ ആക്രമണം നടന്ന ആദ്യ മണിക്കൂറുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സ്നേഹിക്കുന്നവർ വാർത്തയിൽ കാണുന്നതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനത്തിരുന്ന വ്യക്തി തന്നെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ സാധ്യതയെ ഞങ്ങൾ കാണുന്നുണ്ട്. ഫാസിസ്റ്റുകളുടെ സംഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കാര്യങ്ങൾ വന്ന് പറഞ്ഞു. മീഡിയകളുടെ റിപ്പോർട്ടിംഗ് ആ നിലക്ക് വന്നുകൊണ്ടിരുന്നു. കളമശ്ശേരിയുടെ വേരുകൾ തേടി അവിടുത്തെ ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, ബസ് കത്തിക്കലിന്റെ സാധ്യതകൾ തേടി അങ്ങ് പാണായിക്കുളത്തെ കേസിൽ പിടിക്കപ്പെട്ട് പിന്നീട് കുറ്റമുക്തനായി വീട്ടിൽ വിശ്രമിക്കുന്ന ഈ വാർത്തകളൊന്നും അറിയാത്ത ചെറുപ്പക്കാരന്റെ വാതിലിൽ മുട്ടി അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാക്കി, അല്ലെ? അതിന്റെ ഇടയ്ക്ക് അടുത്ത വാർത്ത വന്നു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉത്തരേന്ത്യക്കാരനായ ഒരാളെ കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത വന്നു. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ ഇടക്കാണ് മാർട്ടിൻ എന്ന് പറയുന്ന മനുഷ്യൻ ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞത്. അവിടെ മുതൽക്ക് ട്വിസ്റ്റ് ആവുകയാണ്. ആ ട്വിസ്റ്റ് എന്താ? അത്രയും നേരം ഭീകരാക്രമണമായത് ഒരു ആക്രമണമായി ചുരുങ്ങി ഭീകരത പതിയെ പോയി. അത്രയും നേരം നടന്നത് മഹാകൊലപാതകവും അക്രമവും ഒക്കെ ആയത് പിന്നീട് ചരമക്കോളത്തിലെ വാർത്തകളായത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആരോ വണ്ടി ഇടിച്ച് മരിച്ച ലാഘവത്തോടു കൂടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. മലപ്പുറം എന്ന വാക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രയോഗിക്കുമ്പോൾ വളരെ കൃത്യമായി ഇസ്ലാമോഫോബിയ ആർക്കൈവ് ചെയ്യുന്നവർക്ക് അവർക്ക് നാളുവഴികൾ സൃഷ്ടിക്കാനുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി കൊടുത്തത് എന്നിടത്താണ് ഈ വിയോജിപ്പിന്റെ ഏറ്റവും ശക്തമായ പോയിന്റ് നിലനിൽക്കുന്നത്. നാളെ സെൻസേഷണലായ മറ്റൊരു വാർത്ത വരുമ്പോൾ ന്യൂസ് നൈറ്റുകളിൽ നിന്ന് പോകും, ഇത്തരം വാർത്തകൾ പോകും. മറ്റന്നാൾ വേറൊന്ന് വരും, അല്ലെ? നമ്മൾക്കറിയാം, സൈഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഷാഹീൻ ബാഗിൽ നിന്ന് പിടിച്ചു. അയാൾ ഡോക്ടർ സാക്കിറിന്റെ സ്പീച്ച് തുടർച്ചയായി കേൾക്കുന്ന ആളാണെന്ന് രാജ്യത്തെ നിയമസംരക്ഷണങ്ങൾക്ക്, നിയമപരിരക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഒരുപക്ഷെ നിരന്തരം കാര്യങ്ങളിലൂടെ പോകുന്ന നമ്മൾ ഇത് മറക്കും. എന്നാൽ ഞങ്ങൾ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഞങ്ങൾ ഒരു ദിവസം ശിക്ഷിക്കപ്പെടാൻ പോകുന്നു, ഇല്ലാതെയാക്കപ്പെടാൻ പോകുന്നു, ഞങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ജനത അവരിത് മറക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതുപോലത്തെ പ്രതിഷേധ സംഗമങ്ങളോടൊപ്പം നമുക്ക് വ്യക്തിപരമായ സംഭാഷണങ്ങൾക്ക് ഇടം കിട്ടണം. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലെ, നമ്മുടെ അയൽപ്പക്കങ്ങളിലെ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലെ, നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് സ്റ്റേഷനുകളിലെ വ്യക്തികളുമായി നമ്മളായി ഓപ്പൺ സംസാരങ്ങൾക്ക് തയ്യാറാവണം. അവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജിഹാദിന്റെ അർത്ഥമുണ്ട്. അത് ഐമൻ ലവാഹിരിയും ബിൻലാദനും മുന്നോട്ട് വെക്കുന്ന അർത്ഥമല്ല. നോക്കൂ, നിങ്ങൾ സ്വന്തം മാതാവ് ക്യാൻസർ പേഷ്യന്റ് ആയ സ്വന്തം മാതാവിന്റെ ശരീരത്തിലേക്ക് കീമോ മരുന്ന് തുള്ളികൾ കയറുന്നതിന്റെ സെക്കൻഡുകൾക്ക് സാക്ഷിയായി ഒരു തുള്ളിയെങ്കിലും ഡോക്ടർ നിശ്ചയിച്ചതിന്റെ അപ്പുറത്ത് കയറരുതെന്ന് തീരുമാനിച്ച് കണ്ണിലെ ഉറക്കത്തിന് പ്രതിരോധം തീർത്തി കാത്തിരിക്കുന്ന മകൻ ചെയ്യുന്നത് ജിഹാദാണ്. ആ ജിഹാദ് ഇവിടുത്തെ മീഡിയ പറയുന്നിടത്തില്ല. ഇവിടെ നമുക്ക് ലഹരിയിൽ നിന്നും, ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും ജീവിതത്തെ പറിച്ചെടുത്ത് നടക്കുന്നവൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ജിഹാദാണ്. തിന്മകൾ നിലനിൽക്കുന്ന സമൂഹത്തോട് സംവദിക്കുന്നവൻ ചെയ്യുന്നത് ജിഹാദാണ്. ഈ ജിഹാദ് മീഡിയ പരിചയപ്പെടുത്തുന്നിടത്ത് ഉണ്ടാവുകയില്ല. കൊട്ടേഷൻ കിട്ടി, തനിക്കെതിരിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത് മദീനയിൽ വന്ന മനുഷ്യന്റെ
പിന്നെ അരയിൽ നിന്ന് കത്തി താഴെ വീണു. ഇന്നലെ ഹിജ്ർ ഇസ്മായിലിന്റെ അരികത്തിരുന്ന് എന്നെ കൊല്ലാനുള്ള പദ്ധതി ഒരുക്കിയത് നിങ്ങളല്ലെന്ന് ചോദിച്ചപ്പോ തന്റെ ഉള്ളിലുള്ള ആ കാര്യത്തെ തിരിച്ചറിഞ്ഞ പ്രവാചകന്റെ വഹയിന്റെ സാന്നിധ്യത്തെ അറിഞ്ഞ മനുഷ്യൻ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അബൂ ഖുബൈസ് മലയുടെ മുകളിൽ നിന്ന് പ്രവാചകന്റെ സംഘം മദീനയിലേക്ക് മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടപ്പോൾ പിന്നെ മുങ്ങി മരിക്കാൻ വേണ്ടി കടലിൽ ചാടാൻ പോകുന്ന തനിക്ക് കൊട്ടേഷൻ തന്ന വ്യക്തിയെ പ്രവാചകന്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി മാപ്പ് കൊടുത്ത ചരിത്രം. തനിക്കെതിരിൽ കരാറെഴുതിയ വ്യക്തിക്ക് മാപ്പ് കൊടുത്തപ്പോൾ അങ്ങാടിയിൽ കാണുന്ന അവനോട് നിങ്ങൾ തുറിച്ചൊന്നു നോക്കുക പോലും ചെയ്യരുതെന്ന ഉജ്ജ്വലമായ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ പ്രവാചകന്റെ ചരിത്ര നിമിഷങ്ങൾ. ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടിൽ കിടക്കാനുള്ളതല്ല. നമുക്ക് ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൗത്യമുണ്ട്. നമ്മുടെ ദൗത്യങ്ങളെ നമുക്ക് ബഹുജന പങ്കാളിത്തത്തോടെ നയിക്കാൻ പറ്റണം. നിരാശ നമ്മെ ബാധിക്കുന്നിടത്ത് നിന്ന് ഇവിടുത്തെ ഫാഷിസം വിജയിക്കുകയാണ്. 2024 ഇലക്ഷനോടെ എല്ലാം തീർന്നെന്ന് വിചാരിച്ചവരില്ലേ? പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കോൺഫിഡൻസ് എവിടെ പോയി? ഞാൻ പറയുന്നു, സംഘമായി നിന്ന് ഒത്തുചേർന്ന് നിന്ന് ഇതിനൊരു മുസ്ലിം പ്രശ്നമായി ചുരുക്കാൻ അനുവദിക്കാതെ, ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ഓരോ വ്യക്തിയുടെയും പ്രശ്നമാണ്. ഒരു ജെനോസൈഡ് ഈ നാട്ടിൽ നടക്കുമ്പോൾ അത് ബാധിക്കുക അറുത്ത് താഴെയിടപ്പെടുന്നവനെ മാത്രമല്ല, അറുത്ത് താഴെയിടപ്പെടുന്നവനും പിച്ചാത്തി വയറ്റിൽ കയറ്റപ്പെട്ടവനെയും മാത്രമല്ല, മറിച്ച് ഒരു ജെനോസൈഡ് നടക്കുന്നിടത്ത്, ഒരാൾക്കൂട്ട കൊലപാതകം നടക്കുന്നിടത്ത്, ഒരു വംശീയ ഹത്യ നടക്കുന്നിടത്ത് അതിന്റെ ആകാശത്ത് വെള്ളരിപ്രാവുകൾ പറക്കുകയില്ല. അവിടെ ഒരിക്കലും പൂക്കൾ വിടരുകയില്ല. അവിടെ പൂമ്പാറ്റകൾ പറക്കുകയില്ല. അവിടെ സ്കൂളുകൾ തുറക്കുകയില്ല. അവിടെ ഓട്ടോറിക്ഷയിൽ മനുഷ്യർ സന്തോഷപൂർവ്വം നടക്കുകയില്ല. അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ നമുക്ക് ഇന്റർനെറ്റ് ഇഷ്ടം പോലെ ഫ്രീ ആയി തന്നു. ഹിറ്റ്ലർ ഇഷ്ടം പോലെ ഫ്രീ ആയി കൊടുത്തത് റേഡിയോ കേൾവികളായിരുന്നു. അതിലൂടെ ഇവിടുത്തെ ജൂതന്മാരെ പ്രത്യേകം അരികവൽക്കരിച്ചുകൊണ്ട് അവർ ചെയ്തു കൂട്ടിയത് പറയാനുണ്ടായിരുന്നു. ഒക്കെ കൂടെ വെച്ച് എല്ലാം ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്തതിന്റെ അതേ മോഡൽ സ്വീകരിക്കുകയാണ്. പക്ഷെ അവിടെ സുരേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ 17 ലക്ഷം മനുഷ്യർ തന്റെ കൊട്ടാരത്തിന്റെ പിന്നിൽ, തന്റെ കൊട്ടാരത്തിന്റെ ചുറ്റും തന്നെ കിട്ടിയാൽ കല്ലെറിയാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് തന്റെ വളർത്തുനായക്ക് ഒരു വെടിയുണ്ടയും തന്റെ പ്രേണസിക്ക് മറ്റൊരു വെടിയുണ്ടയും ഇതാ ഇവിടെ പോയിന്റ് ബ്ലാങ്കിൽ ഇങ്ങനെ ഇവിടെ തോക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വെടിയുണ്ട ഉതിർത്തി അയാൾ സ്വയം അവസാനിച്ചെങ്കിൽ ഏകഛത്രാധിപതികൾ ആരാണെങ്കിലും എന്നാണെങ്കിലും എവിടെയാണെങ്കിലും അതേ സംഭവിക്കുമെന്ന ഉൾസാക്ഷ്യത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ഇഞ്ചിൽ പോലും തകർക്കാൻ സാധ്യമല്ല. നാമും നമ്മുടെ തമ്പുരാനും കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അങ്ങ് ഗസ്സ മുതൽ അഖ്ലാഖിന്റെ കുടുംബം വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഇരുകരങ്ങളും ഉയർത്തി നടത്തുന്ന പ്രാർത്ഥനകൾ, സമാധാനാന്തരീക്ഷമുള്ള നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ച് ജീവിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ നമ്മെ അതിജീവിക്കാനും നമ്മെ അതിജയിക്കാനും ഒരാൾക്കും സാധ്യമല്ലെന്ന് ഈ നിമിഷത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.